യേശു പള്ളിപ്രമാണിയുടെ മകളെ ഉയിർപ്പിക്കുമ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തു ഒരു ഉയർന്ന മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അവരെ തന്നെയായിരുന്നു. എന്നാൽ അതേ പത്രോസ് തന്നെയാണ് പിന്നീട് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഒരു ശമരിയ ഗ്രാമം യേശുവിനെ തിരസ്കരിച്ചപ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കി ആ ഗ്രാമം മുഴുവൻ നശിപ്പിക്കുവാൻ നിനക്ക് സമ്മതമാണോ എന്ന് യേശുവിനോട് ചോദിച്ചത് യാക്കോബും യോഹന്നാനും ആയിരുന്നു. അതെ, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരെയാണ് കർത്താവ് തന്നോട് ചേർത്ത് നിർത്തിയിരുന്നത്, കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? ആകയാൽ സ്നേഹിത, ഈ ദിനങ്ങളിൽ 70 വട്ടം സഹോദരനോട് ക്ഷമിക്കുവാനും എളുപ്പത്തിൽ വീണു പോകുവാൻ സാധ്യതയുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും സാധിക്കുന്നതിനു വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. എന്തെന്നാൽ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നല്ലേ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഗലാത്യർ 6:1.